1857 ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ച സ്ഥലം മീററ്റ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ചമ്പാരൻ സമരം. ബഹുജന സമരങ്ങളിൽ പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ സമരം, ഉപ്പ് സത്യാഗ്രഹം. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? തീവ്ര ദേശീയതയുടെ കാലഘട്ടം. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് പഞ്ചാബ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. തെലുങ്കു ഭാഷ സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യസമര സേനാനി പോറ്റി ശ്രീരാമലു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയിലെ വികസനമാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം മംഗൾയാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശം. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് യൂണിഫോം സിവിൽ കോഡ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന മലനിര കാരക്കോറം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഥാർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഇന്ദിരാ പോയിന്റ്. കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുത നിലയം ഏത് വിഭാഗത്തിൽ പെടുന്നു? താപവൈദ്യുത നിലയം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത 3. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കി. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? മുതലമട. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം മലബാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. 2023 വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു. തെറ്റായ പ്രസ്താവന. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. താഴെ പറയുന്നവയിൽ വസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരം ചാന്നാർ ലഹള. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 3ാമത്തെ പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്. ബന്ധമുള്ളവ. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥേയമാകുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. താഴെ പറയുന്നവയിൽ ചാന്ദ്രയാൻ 3മായി ബന്ധമില്ലാത്ത പ്രസ്താവന 1 മാത്രമാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം നടത്തി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ശ്രീകുമാരൻ തമ്പി. 2023 നവംബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന സംസ്ഥാനം തെലങ്കാന. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കമ്പ്യൂട്ടറിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി. ശരീരവളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷകഘടകം പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന വിറ്റമിൻ കെ. ഏത് സൂക്ഷ്മജീവിയാണ് അറ്റ്ലസ് ഫുട്ട് എന്ന രോഗമുണ്ടാക്കുന്നത്? ഫംഗസ്. പ്രമേഹരോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ നീലവൃത്തം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ, മറ്റൊന്ന് ഇൻസുലിൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം എംഫിസിമ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത. മൂത്രത്തിലൂടെ അധികം ജലം നഷ്ടമാകുന്നു.
ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം എലിപ്പനി. ഏത് രോഗത്തിന് തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്? ക്ഷയം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി സ്നേഹസാന്ത്വനം. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 20 വയസ്സ്. സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാത്ത എഞ്ചിൻ ഡീസൽ എഞ്ചിൻ. BS6 എഞ്ചിൻ ഫിറ്റ് ചെയ്ത പുതിയ വാഹനങ്ങൾക്ക് പുകപരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉണ്ടോ? 1 വർഷത്തിനു ശേഷം ആവശ്യമാണ്. 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ എത്ര ബാറ്ററി ഉണ്ടായിരിക്കണം? 2. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് ഇടത് കൈ കൊണ്ട് കാണിക്കാവുന്ന സിഗ്നൽ? ഓപ്ഷൻ ഡി ഇല്ല. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 185 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം മദ്യപിച്ച് വാഹനമോടിക്കൽ. സ്കൂൾ ബസുകൾക്ക് അനുവദിച്ച പരമാവധി വേഗത 50 km/h. ഒരു വാഹനം മറ്റൊരു വാഹനത്തിന്റെ പുറകിൽ ഓടിച്ചു പോകുമ്പോൾ പാലിക്കേണ്ട അകലം. മുൻപിലെ വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം. CRTI-യുടെ പൂർണ്ണരൂപം കോമൺ റെയിൽ ഡയറക്റ്റ് ഇൻജക്ഷൻ. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ വായു അകത്തേക്ക് എടുക്കുന്ന സ്ട്രോക്ക് സക്ഷൻ. ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ഏത് വാൾവിനാണ് കൂടുതൽ വലുപ്പം? ഇൻലെറ്റ് വാൾവ്. മോട്ടോർ വാഹന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏത് തരം വാഹനത്തിനാണ് പെർമിറ്റ് ആവശ്യമില്ലാത്തത്? 3000 കിലോഗ്രാമിൽ താഴെ GVW ഉള്ള എല്ലാ ഗുഡ്സ് വാഹനങ്ങൾക്കും. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? എഞ്ചിന്റെ താപനില ഇൻഡിക്കേറ്റർ. ബ്രേക്ക് ഫെയ്ഡ് എന്നാൽ ബ്രേക്കിൽ സിസ്റ്റത്തിനു സംഭവിക്കുന്ന ഒരു തകരാർ. ഇന്റർകൂളർ എന്തിന്റെ ഭാഗമാണ്? എഞ്ചിൻ എയർ ഇൻടേക്ക് സിസ്റ്റം. ഹെവി വാഹനമെന്നാൽ GVW 12000 കിലോഗ്രാമിന് മുകളിലുള്ള വാഹനങ്ങൾ. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? എയർബാഗ് വാണിംഗ്. 4 സൈഡ് ഇൻഡിക്കേറ്ററുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നത് എപ്പോൾ? അപകട സൂചന നൽകുന്നതിന്. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ബാഡ്ജിന്റെ കാലാവധി 5 വർഷം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നാൽ 7500 കിലോഗ്രാമിന് താഴെ GVW ഉള്ള വാഹനങ്ങൾ. 50 cc-യിൽ താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതിന് ചുരുങ്ങിയ പ്രായപരിധി 16 വയസ്സ്. AdBlue ഉപയോഗിക്കുന്നത് ഏത് തരം എഞ്ചിനുകളാണ്? ഡീസൽ. ഡീസൽ എക്സ്ഹോസ്റ്റ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് എന്ത് ആവശ്യത്തിനായാണ്? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്. മോട്ടോർ വാഹന നിയമം 112-ാം വകുപ്പ് അനുശാസിക്കുന്ന വാഹനങ്ങളുടെ വേഗതാപരിധി. റിട്ടാർഡർ എന്ത് ആവശ്യത്തിനായി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു? വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിന്. വാഹനം ആകെ ഓടിയ ദൂരം കാണിക്കുന്ന ഉപകരണം ഓഡോമീറ്റർ. തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് ഒരു ഡ്രൈവർ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഡീപ്പ് ബീം ഓൺ ചെയ്ത് കടന്നുപോകണം. കെട്ടിവലിക്കുവാൻ അനുവാദം ഇല്ലാത്ത വാഹനം ഇരുചക്ര വാഹനം. ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ എത്ര പേരെ കയറ്റുവാൻ അനുവാദമില്ല? ABS വാണിംഗ് ലാമ്പ് വാഹനം ഓടിക്കേണ്ടിയിരിക്കവെ തെളിഞ്ഞാൽ വാഹനം തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ്. ടർബോ ചാർജർ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് എന്തിന്? എഞ്ചിന്റെ അകത്തേക്ക് വായുപ്രവാഹം വർദ്ധിക്കുന്നതിന്. ഹീറ്റർ പ്ലഗ് ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനുകളിൽ. ECU എന്നാൽ എന്ത്? ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു കാറിന്റെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ബൾബിന്റെ പരമാവധി വോൾട്ടേജ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. കാറുകളിൽ AC കണ്ടൻസറിന്റെ സ്ഥാനം റേഡിയേറ്ററിന് മുൻപിൽ. ഒരു ടയറിൽ 185/65/R14 എന്ന് കാണുന്നു. ഇതിൽ 14 സൂചിപ്പിക്കുന്നത് റിമ്മിന്റെ വ്യാസം. ടയർ പ്രഷർ സൂചിപ്പിക്കുന്നതിൽ PSI എന്നതിന്റെ പൂർണ്ണരൂപം Pounds/സ്ക്വയർ ഇഞ്ച്. താഴെ കാണിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർത്തരുത്. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ പെർമിറ്റിന്റെ കാലാവധി 5 വർഷം. ഒരു എഞ്ചിനിൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഉപയോഗിക്കുന്നത് എന്തിന്? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാൻ. എയർബാഗിൽ കാണുന്ന SRS എന്നാൽ എന്ത്? സപ്ലിമെന്ററി റസ്റ്റ് റൗണ്ട് സിസ്റ്റം. ബൈറ്റിംഗ് പോയിന്റ് എന്തിനെ സംബന്ധിക്കുന്ന വാക്കാണ്? വാഹനം ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്.
BS4 എഞ്ചിൻ എന്നതിലെ BS എന്തിനെ സൂചിപ്പിക്കുന്നു? ഭാരത് സ്റ്റേജ്. ഒരു വാഹനത്തിലെ MIL എന്നാൽ എന്ത്? മാൽ ഫങ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ്. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി 3 വർഷം.